അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിന്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻകഴിഞ്ഞ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും 3 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത്, കറാഹത്ത്, ജായിസ്? എന്താണ്? കറാഹത്താണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്, ആർത്തവ രക്തമെന്ന് പറയുന്നതാണ് ഇസ്തിഹാലത്ത്, നിഫാസ്, ഹൈല്? അപ്പൊ ഹൈലാണ് ശരി. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത്, വുളൂഇന് പകരമായി തയമ്മും ചെയ്യൽ വാജിബ്, സുന്നത്ത്, ഷർത്ത്? അപ്പൊ വാജിബാണ്. അപ്പൊ അവിടെ വാജിബ് എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത്, സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് ബാങ്ക്, ഫാത്തിഹ, ഇഖാമത്ത്? അപ്പൊ ഇഖാമത്ത് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത്, ബാങ്കിൽ തക്ബീറുകളുടെ റാഇന് സുക്കൂൻ ചെയ്യൽ കറാഹത്ത്, സുന്നത്ത്, വാജിബ്? എന്താണ്? സുന്നത്താണ്. ഇനി രണ്ടാമത്തെ ഭാഗം യോജിപ്പിക്കുക എന്നുള്ളതാണ്. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം, ദീനിന്റെ വിധികൾക്ക് പറയുന്നു. അപ്പൊ ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. സുന്നത്ത്, ഷർത്ത്, ത്വഹൂറ്, ഖളാഅ്, അൽ അഹ്കാമു ശർഇയ്യ, ലഹരി, ദ്രാവകം. അപ്പൊ ദീനിന്റെ വിധികൾക്ക് പറയുന്ന പേരാണ് എന്ത്? അൽ അഹ്കാമു ശർഇയ്യ എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കേണ്ടതാണ് ഖളാഅ്, അല്ലെ? അപ്പൊ ആ ബ്രാക്കറ്റിൽ നിന്നും ഖളാഅ് എന്നുള്ളത് എടുത്ത് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് ത്വഹൂർ, അല്ലെ? അപ്പൊ അവിടെ ത്വഹൂർ എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത്, മുത്തവസ്സിത്തായ നജസിൽ പെട്ടതാണ് ലഹരി, ദ്രാവകം. അഞ്ചാമത്തത്, വുളൂഇന്റെ പൂർണ്ണതയ്ക്ക് അത്യാവശ്യമാണ് എന്താണ്? സുന്നത്ത്. ഇനി മൂന്നാമത്തെ ഭാഗം വിശദമാക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ളുഹ്ർ നിസ്കാരത്തിന്റെ പൂർണ്ണമായ നിയ്യത്ത് എങ്ങനെ വരും? ഉസല്ലി ഫർള ളുഹ്രി 4 റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിന്റെ ഖിയാമിൽ കറാഹത്തുള്ള കാര്യങ്ങൾ നോക്കാം. കാലുകൾ ചേർത്തു വെക്കലും ഒരു കാൽ മുന്തിച്ച് വെക്കലും കാരണമില്ലാതെ ചാരി നിൽക്കലും കറാഹത്താണ്. ഇനി നാലാമത്തെ ഭാഗമാണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, 4 റകഅത്തുള്ള നിസ്കാരം 2ആക്കി ചുരുക്കി നിസ്കരിക്കലാണ് എന്താണ്? ഖസ്ർ, അല്ലെ? അപ്പൊ അവിടെ ഖസ്ർ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, 1-ാം റകഅത്ത് ജമാഅത്തായിരിക്കൽ ഷർത്തുള്ള നിസ്കാരം. 1-ാം റകഅത്ത് ജമാഅത്തായിരിക്കൽ ഷർത്തുള്ള നിസ്കാരം അതേതാണ്? ജുമുഅ. മൂന്നാമത്തത്, സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നു പറയൽ സുന്നത്ത്. അപ്പൊ അവിടെ സുന്നത്ത് എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത്, സകാത്തുൽ ഫിത്റിന്റെ മറ്റൊരു പേര് സകാത്തുൽ ബദൻ. അഞ്ചാമത്തത്, ഹൈലുകാരി നോമ്പ് അനുഷ്ഠിക്കൽ ഹറാം. ഇനി അഞ്ചാമത്തെ ഭാഗം എന്ത് ചൊല്ലണം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, 1-ാം റകഅത്തിൽ ഫാത്തിഹയുടെ മുമ്പ് എന്താണ് ചൊല്ലേണ്ടത്? വജ്ജഹത്തും അഊദും. രണ്ടാമത്തത്, ഇഅ്തിദാലിലേക്ക് പോകുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ. മൂന്നാമത്തത്, പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ എന്താണ് ചൊല്ലേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ.
നാലാമത്തത് നോമ്പ് തുറന്ന ഉടനെ എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അഞ്ചാമത്തത് ഖലായിലേക്ക് കടക്കും മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസ്. ഖലാ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, മലമൂത്ര വിസർജനം അല്ലെ. അപ്പോൾ അവിടേക്ക് കടക്കുമ്പോൾ ചൊല്ലേണ്ടതാണ് എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസ് എന്നുള്ളത്. ഇനി അടുത്തത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, 2 കൊല്ലത്തിൽ താഴെയുള്ള ഡാഷ് ചേർന്നാൽ ഡാഷ് മുത്തനജ്ജിസാകും. അപ്പോ അത് പൂരിപ്പിച്ചു എഴുതുമ്പോൾ എങ്ങനെ വരും? 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജ്ജിസാകും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് പല്ലിൽ ഡാഷ് നാവിൽ ഡാഷ് മിസ്വാക്ക്. അപ്പൊ എങ്ങനെയാണ്? പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തത് ഹജ്ജിന്റെ ഇഹ്റാമിന്റെ കാലം ഡാഷ് ദുൽഖഅദ് ഡാഷ് 10-ാം രാവ് ഡാഷ് ദിവസവുമാണ്. അപ്പൊ അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ ഹജ്ജിന്റെ ഇഹ്റാമിന്റെ കാലം ഷവ്വാൽ ദുൽഖഅദ ദുൽഹിജ്ജ 10-ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസം ആണ്. ഇനി ഏഴാമത്തെ ഭാഗം ആശയം എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റകഅതൻ സിവൽ വിത്രി. അപ്പൊ അതിന്റെ ആശയം ഇങ്ങനെ വരും: നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ വിത്ർ കൂടാതെ 20 റകഅത്ത് നിസ്കരിക്കുന്നവരായിരുന്നു എന്ന് വരും. ഇനി രണ്ടാമത്തേത് അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മർളാത്തുൻ ലിറബ്ബി. അപ്പൊ അതിന്റെ ആശയം മിസ്വാക്ക് ചെയ്യൽ വായ ശുദ്ധീകരിക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്. ഇനി എട്ടാമത്തെ ഭാഗമാണ് ഫർളും സുന്നത്തും വേർതിരിച്ചെഴുതുക. അപ്പോ ബ്രാക്കറ്റിലുള്ളത് ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, ഖുനൂത്ത് ഓതൽ, വജ്ഹത്ത് ഓതൽ, അത്തുമഇനീനത്ത്. അപ്പോ ഫർള് ഏതാണ്? അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ എന്നുള്ളതും അത്തുമഇനീനത്തും അത് രണ്ടുമാണ് ഫർളായിട്ട് വരുന്നത്. ഇനി സുന്നത്ത് ഖുനൂത്ത് ഓതൽ, വജ്ഹത്ത് ഓതൽ. ഇനി 9ാമത്തെ ഭാഗമാണ് അവസാനത്തത്, ഉത്തരം എഴുതുക. ഒന്നാമത്തത് സകാത്ത് 2 വിധമാകുന്നു. ഏതെല്ലാം? ഏതൊക്കെയാണ്? ഒന്ന് സകാത്തുൽ മാൽ, രണ്ടാമത്തേത് സകാത്തുൽ ബദൻ. രണ്ടാമത്തേത് ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകൾ. സ്ത്രീകൾക്ക് മാത്രമുള്ളവ ഏതെല്ലാം? അപ്പൊ സ്ത്രീകൾക്ക് മാത്രമുള്ള ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഇദ്ദയിൽ അല്ലാതിരിക്കുക, രണ്ടാമത്തേത് കൂടെ ഭർത്താവോ മഹ്റമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടാവുക. ഇനി അവസാനത്തെ ചോദ്യമാണ്, ഒരു തയമ്മും കൊണ്ട് എത്ര നിസ്കരിക്കാം? ഒരു തയമ്മും കൊണ്ട് എത്രയും നിസ്കരിക്കാം. ഏതെല്ലാം? ഒന്നേതാണ്? ഫർള് കിഫായ, രണ്ടാമത്തേത് സുന്നത്തുകൾ എന്നിവ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.